ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വരകൃപയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭഗവത്ഗീത വായിക്കാം. അതിനുമ്പായിട്ട് ഭഗവാനെ ഒരു വരിയെങ്കിലും സ്തുതിക്കാം. ഈ കാണാതെല്ലാം ഭഗവാനാണല്ലോ, ഈശ്വരനാണല്ലോ. നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്നതെല്ലാം അത് ആനന്ദാനുഭൂതി അനുഭവിക്കുന്ന ഒരു ഭക്തന് ലോകത്ത് എങ്ങോട്ട് നോക്കിയാലും കാണാതെല്ലാം ഈശ്വര ചൈതന്യമാണെന്ന് ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് ആനന്ദ നിർവൃതി രമണീയമായി കാണാൻ പറ്റുക. അതാണ് കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. കാളി നീന്തി കേറി കാളിതൻ ഭണത്തിലേറി കാളി നീന്തി കേറി കാളിതൻ ഭണത്തിലേറി ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ ആനന്ദ നൃത്തം ചെയ്ത അമ്പാടി പൈതലും നീ. ഘോരമാരിയേറ്റ് ഗോകുലം വലഞ്ഞപ്പോൾ ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി ഗോവർദ്ധനം കുടയായി ഗോപാലനല്ലോ ചൂടി. കണ്ണിനാൽ കാൺമതെല്ലാം കണ്ണനല്ലോ മണിവർണ്ണൻ്റെ മായിക രൂപമല്ലോ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഭഗവത്ഗീത കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് ഭഗവാൻ പറയുന്നു അർജുനനോട്, നീ യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചത് ഭയം കൊണ്ടാണെന്ന് മഹാരഥന്മാർ വിചാരിക്കും. ഇദ്ദേഹം യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി വന്നു. പക്ഷേ കൃഷ്ണനോട് പറഞ്ഞു, എന്നെ ഇവിടെ നിർത്തി എന്നെ ഒന്ന് കാണിക്കൂ അവരെയൊക്കെ. അപ്പോൾ അവർ നോക്കിയപ്പോൾ എന്താണ്, അവരെല്ലാവരും ബന്ധക്കാരും സ്വന്തക്കാരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദേഹം തളരുന്നു, ക്ഷീണിക്കുന്നു, സഹിക്കാൻ പറ്റില്ല, എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ആൾ എൻ്റേതെന്നുള്ള ആ ഒരു മനസ്സ് വന്നുപോയി. അല്ലാതെ അദ്ദേഹം നല്ലൊരു ധർമാത്മാവ് തന്നെയായിരുന്നു. അതുകൊണ്ട് നേരത്തെ നല്ല അഭിപ്രായമുള്ളൊരു അർജുനനാണ്. അതുകൊണ്ട് നേരത്തെ എല്ലാവരും ബഹുമാനിക്കപ്പെട്ടവനാണ്. അപ്പോൾ എന്താ, ഒരു യഥാർത്ഥ നല്ലവനായിരുന്നു. ഇവിടെ എന്ത് വന്നു, എൻ്റേതെന്നുള്ള മമത വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ശത്രുക്കൾ എന്ത് ചിന്തിക്കും, അവർക്ക് എന്തെങ്കിലും വേണ്ടത് എന്താ, ആരെ കൊന്നാലും സഹോദരനായാലും ആരായാലും വേണ്ടിയല്ല, അവരെ ദ്രോഹിച്ച് കൊന്നിട്ടെങ്കിലും അവർക്ക് രാജ്യം വേണം. ഇന്ന് സഹോദരങ്ങളാണ് എല്ലായിടവും യുദ്ധം. എവിടെ നോക്കിയാലും അന്നേ ഉണ്ട്. ഒരമ്മ മക്കളായാലും അല്ലെങ്കിൽ ബന്ധുക്കൾ തന്നെയാണ് എപ്പോഴും. അയൽക്കാരോ നാട്ടുകാരോ അല്ല, എവിടെ നോക്കിയാലും സഹോദര സ്നേഹമുള്ള സഹോദരങ്ങളുമായിട്ടുള്ളവരാണ് ഇന്ന് യുദ്ധം. കൂടുതലും കുറവും വന്നു പോയി, എനിക്ക് കൂടി കിട്ടി, എനിക്ക് കുറഞ്ഞു പോയി, ഇങ്ങനെയുള്ള യുദ്ധം മതാമത്സരങ്ങളാണെന്ന് എവിടെ നോക്കിയാലും. അവിടെയും ഇത്. പക്ഷേ അർജുനൻ അതില്ല. അർജുനൻ അവരെന്തോ കൊണ്ടുപോയിക്കോട്ടെ, അവർ എന്നെ കൊന്നിട്ടെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, എന്നാലും എനിക്ക് എൻ്റേതല്ലേ ആ ഒരു ചിന്ത. പക്ഷെ ശത്രുക്കളായി ആരെയും കൊന്നിട്ടും കൊണ്ടുപോകാൻ നിൽക്കുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കരുണയുണ്ടോ ദുര്യോധനാദികൾക്ക്? അതുകൊണ്ട് അവരെ നോക്കിയിട്ട് ഭഗവാൻ പറയുന്നത്, എന്തിനാ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ നോക്കി ഇവിടെ വെറുതെ കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് നീ പിൻവലിച്ചത് കൊണ്ട് നീ യുദ്ധം മതിയാക്കിയാൽ ഭയം കൊണ്ടാണെന്ന് മഹാരഥന്മാർ വിചാരിക്കും. ദുര്യോധനാദികളുടെ മഹാരഥന്മാരുണ്ട്, അവരൊക്കെ ചിന്തിക്കുന്നത് എന്താ, നിന്റെ ഭയം കൊണ്ടാണെന്ന് വിചാരിക്കത്തേ ഉള്ളൂ. ആദ്യം അവരാൽ ബഹുമാനിക്കപ്പെട്ടവനായിട്ട് നീ പിന്നെ നിസ്സാരതയെ പ്രാപിക്കുന്നതുമാണ്. ആദ്യം അവരെല്ലാം നിന്നെ ബഹുമാനിച്ചു, ഇത് കാരണം നിന്നെ ഇനി എല്ലാവരും അപമാനിക്കും. കാരുണ്യം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചതായി നിന്നെ ബഹുമാനിക്കുന്ന ഭീഷ്മാദികൾ പോലും വിചാരിക്കയില്ല.
അതാണ് കാരുണ്യം കൊണ്ട്, നിൻ്റേതായ മമത കൊണ്ട്, നിൻ്റെ കുട്ടികളാണ് അവരൊക്കെ, അവരോട് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല എന്ന് നിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അവരങ്ങനെ ചിന്തിക്കത്തില്ല. നീ ഭയം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചെന്നേ അവർ ധരിക്കൂ. അതുകൊണ്ട് മഹാരഥന്മാർക്ക് അങ്ങനെ നീ പിൻവലിച്ചു എന്ന് അവർക്ക് തോന്നത്തില്ല. അതാണ് മഹാരഥന്മാർക്ക് തോന്നുന്നതിലും അധികം അകീർത്തി ഹേതുവായി മറ്റെന്താണുള്ളത്? അപ്പോൾ ഭയം കൊണ്ടാണ് നീ പിന്മാറുന്ന അവർ ചിന്തിക്കും. അതിൽ പരം അപകീർത്തി നിനക്ക് എന്താണുള്ളത്? അത് അകീർത്തി അല്ലയോ? നിനക്കത് ചേരാത്തതല്ലേ? നിൻ്റെ സ്വഭാവത്തിന് നിന്നെ എല്ലാവരും ബഹുമാനിച്ചിരിക്കുന്ന നിന്നെ ഇപ്പോൾ ഇത് കാരണം നീ ഭയം കൊണ്ട് പിന്മാറി എന്നവർ ചിന്തിക്കുമ്പോൾ അത് അകീർത്തി അല്ലയോ? നിനക്ക് ബഹുമാനം ഇല്ലാതെ പോകത്തില്ലേ? നിനക്ക് നന്മ ഉണ്ടായിരുന്നു, നിനക്ക് ബഹുമാനം ഉണ്ടായിരുന്നു എല്ലാവരാലും. ഇപ്പോൾ നിനക്ക് ഇത് കാരണം കൊണ്ട്, നിൻ്റെ ഭയം കൊണ്ടാണ് എന്ന് കരുതുന്ന ഈ യുദ്ധത്തിൽ പിൻവലിച്ചതേ. അതുകൊണ്ട് നിനക്ക് അപകീർത്തിയാണ്. വീണ്ടും 36-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്, നമ്മളെ ഓർമ്മിപ്പിച്ചു വന്നേ ഉള്ളൂ. ശ്ലോകം 36, 2-ാം അധ്യായം സാഖ്യയോഗം, 36-ാം ശ്ലോകം. അവാച്യവാദാം ച ബഹൂൻ വദിഷ്യന്തി തവാഹിത നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നുകിം. ഭഗവാൻ പറയുന്നു, നിന്റെ ശത്രുക്കളായ ദുര്യോധനാദികൾ നിന്റെ ശത്രുക്കളാണ്. അപ്പം നിന്റെ ശത്രുക്കളായ ദുര്യോധനാദികൾ നിനക്ക് മുമ്പുണ്ടായിരുന്ന യുദ്ധ സാമർഥ്യത്തെ നിന്ദിച്ചും കൊണ്ട്, ഈ ശത്രുക്കൾക്ക് ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും അല്പം കിട്ടാൻ നോക്കിയിരിക്കും. കാരണം അവർക്ക് പൊതുവേ ഇവരോട് അസൂയം കുശുമ്പും ഉണ്ടല്ലോ. ഇവർ അവരുടെ മൂത്തച്ഛൻ്റെ, ജ്യേഷ്ഠൻ്റെ, അന്യൻ്റെ മക്കളാകുമ്പം ഈ ദുര്യോധനാദികൾ ചിറ്റപ്പൻ്റെ മക്കൾ, പഞ്ചപാണ്ഡവർ പാണ്ഡുവിൻ്റെ മക്കൾ. അപ്പോൾ ഇവരോട് പൊതുവേ തന്നെ അവർക്ക് അത്രമാത്രം എന്താ പറയുക, രണ്ടെന്നുള്ള ഭാവം. ഇവരെ എങ്ങനെയും തോൽപ്പിച്ച് അവരെ കൊന്നൊടുക്കിയെങ്കിലും മറ്റൊരു തന്നെ എടുക്കണം രാജ്യം മൊത്തം. അതുകൊണ്ടാണ് അവർക്ക് നേരത്തെ തന്നെ വൈരാഗ്യം ഇവരോടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പം ഭയം കൊണ്ടും കൂടെ പിന്മാറുന്ന കേൾക്കുമ്പോൾ അവർ അത്രത്തോളം കൊട്ടി ഘോഷിക്കും. അത് ഭഗവാൻ അറിയാം, ശത്രുക്കൾക്ക് എന്തെങ്കിലും അല്പം കിട്ടാനിരിക്കുക വെച്ച് കാച്ചാൻ. അതുകൊണ്ട് നിന്റെ ശത്രുക്കളായ ദുര്യോധനാദികൾ നിനക്ക് മുമ്പുണ്ടായിരുന്ന യുദ്ധ സാമർഥ്യത്തെ നിന്ദിച്ചും കൊണ്ട് പറയരുതാത്ത ശകാര വാക്കുകളെല്ലാം പറയുകയും ചെയ്യും. എന്തൊക്കെ പറയാം, അതൊക്കെ മുമ്പ് ഇങ്ങനെയെല്ലാം സാമർഥ്യം ഉള്ളതിനെ തന്നെ ഇപ്പം നിന്ദിച്ചു കൊണ്ട് നിനക്ക് പറയരുതാത്ത, നിന്നെ പറഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളും കൂടെ ശകാര വാക്കുകളെല്ലാം അവർ പറയുകയും ചെയ്യും. ഇതിലധികം ദുഃഖഹേതുവായിട്ട് മറ്റെന്താണുള്ളത്? ഇത് നിനക്ക് താങ്ങാൻ പറ്റാത്ത ദുഃഖമായിട്ട് വരും. അത്രത്തോളം അവർ പറയും. കാരണം അത്രമാത്രം അവർക്ക് ദേഷ്യമുണ്ട് നിന്നോട്. കാരണം ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മക്കളാവുന്ന സഹോദരങ്ങളാണ്. ഇദ്ദേഹം ജയിച്ചാൽ, ഈ യുദ്ധത്തിൽ ജയിച്ചാൽ ഈ രാജ്യം മൊത്തം പാണ്ഡുവിൻ്റെ മക്കൾ കൊണ്ടുപോകുന്നുള്ള ഇതുള്ളതുകൊണ്ട് ശത്രുക്കളായിട്ട് നിന്ന് നിങ്ങളെ വകവരുത്താൻ നോക്കി നിൽക്കുക ഈ ദുര്യോധനാദികൾ. അപ്പോൾ ഇത്രയും കൂടെ കിട്ടുമാർ അവർ വെച്ച് നിന്നെ നന്നാക്കി പറയുമോ? നിന്നെ ദുഷിക്കത്തില്ലേ കൂടുതൽ? അതുകൊണ്ട് ശകാര വാക്കുകൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും. അപ്പോൾ ഇതിലധികം ഹേതുവായിട്ട് നിനക്ക് എന്താ ഉള്ളത് എന്ന് ഭഗവാൻ ചോദിക്കുന്നു. ഇത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഈ അല്പം മനസ്സിന് ദേഷ്യം ഉള്ള, അസൂയ എന്നുള്ളത് ഉള്ളെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാനിരിക്കും, പിന്നെ അത് വെച്ചങ്ങ് തുടങ്ങും. അതിനുവേണ്ടി കാത്തിരിക്കുന്ന ശത്രുക്കൾ. അപ്പോൾ അത് അർജുനൻ വിചാരിക്കും, എന്താ എല്ലാം എൻ്റെ സഹോദരങ്ങളും മുത്തശ്ശനും ഒക്കെ അല്ലേ, ഇദ്ദേഹം കാണുന്നത് പോലെ അവർ കാണുന്നതായിരിക്കും. ഭഗവാൻ അറിയാം ഒരു ശത്രുവിൻ്റെ സ്വഭാവം എന്താണെന്ന്. അത്ര ദുഷിച്ച ചിന്തകളാണ് ശത്രുക്കൾക്കുള്ളത്. അപ്പോൾ എത്രത്തോളം അത്രത്തോളം നാറ്റുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ അടുത്തത് പറയുന്നത്, നിനക്ക് ഇതിപ്പരം അപകീർത്തി എന്താ ഉള്ളത്? അവിടെ നീ യുദ്ധത്തിൽ പിൻവലിച്ച നീ ഭയം കൊണ്ടാണെന്ന് പറഞ്ഞും കൊണ്ട് അവർ നിന്നെ ഇഷ്ടംപോലെ നിന്നെ പറയരുതാത്ത വാക്കുകൾ പറഞ്ഞ് നിന്നെ ദ്രോഹിക്കും. അപ്പം 37-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ പോഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അല്ലയോ അർജുന, നീ കൊല്ലപ്പെട്ടാലോ സ്വർഗത്തെ പ്രാപിക്കും. ഭഗവാൻ പറയുന്നു, അതായത് യുദ്ധത്തിൽ നീ മരിച്ചു പോയാൽ, നീ കൊല്ലപ്പെട്ടാലോ നിനക്ക് സ്വർഗത്തെ പ്രാപിക്കും. ജയിച്ചാലാണെങ്കിലോ രാജ്യം അനുഭവിക്കും. അതുകൊണ്ട് നീ രണ്ടായാലും യുദ്ധം ചെയ്യുവാൻ ഉറച്ചുകൊണ്ട് എഴുന്നേൽക്കുക. നീ എന്തായാലും, കാരണം ഭഗവാൻ അറിയാം ഇത് ധർമ്മത്തെ മാത്രം നിലനിർത്തുന്ന ഒരു യുദ്ധം. ആരാണ്? അർജുനൻ. ശത്രുക്കൾക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ.
അവർക്ക് ആരെ കൊന്നെങ്കിലും അവർക്ക് നേടണം. ഇവിടെ അർജുനൻ്റെ മഹിമ എന്ന് പറയുന്നത് ഈ പാണ്ഡുവിൻ്റെ മക്കൾ പഞ്ചപാണ്ഡവർക്കൊക്കെ ഇതൊക്കെ ആരുടെയും ദ്രോഹിച്ചുണ്ടാക്കിയെടുക്കണമെന്നുള്ള ചിന്ത ഇല്ലാത്തവരാ. അപ്പോൾ അത് ധർമാത്മാക്കളല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും ഇഷ്ടം. അതുകൊണ്ട് പറയുന്ന അല്ലയോ അർജുന, നീ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗത്തെ പ്രാപിക്കും. കാരണം എന്താ? ധർമ്മത്തെ നിലനിർത്തുന്ന ഒരു വ്യക്തി, നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ, ധർമ്മമാണെങ്കിൽ, നമ്മൾ എങ്ങനെ ആരുടെ വാളാൽ നമ്മൾ മരിച്ചാലും, അതല്ലെങ്കിൽ നമുക്ക് എന്ത് അസുഖം വന്ന് മരിച്ചാലും, നമ്മുടെ ശരീരം ഏതെല്ലാം രീതിയിൽ പട്ടി കടിച്ചു വലിച്ച് തിന്നാൽ, അല്ലെങ്കിൽ പേപ്പട്ടി കടിച്ച് പേയെടുത്ത് ചത്താലും, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രോഗങ്ങളും ചത്താലും, നമ്മളെ കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ എന്തായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ എന്താ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ ധർമ്മമായിരുന്നോ, നീതിയായിരുന്നോ, അതോ അനീതിയാണോ, അധർമ്മമാണോ, ഇത് ഭഗവാൻ നോക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നീ ഇവിടെ കൊല്ലപ്പെട്ടാൽ നിന്റെ സ്വഭാവം നന്മയുണ്ടെന്ന് ഭഗവാൻ അറിയാം. ആ നന്മയ്ക്കാണ് ഇവിടെ സ്വർഗം കിട്ടുന്നത്. നന്മ പ്രവർത്തിക്കുന്ന നമ്മൾ ആരും ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, നമ്മുടെ ശരീരം എങ്ങനെയാ മരണപ്പെട്ടോട്ടെ. അതുകൊണ്ടാണ് ഭഗവാൻ, നീ മരിച്ചാൽ, നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം പ്രാപിക്കും. കാരണം ഇവിടെ സ്വന്തം ആൾക്കാരുടെ ഉള്ള കൃപ കൊണ്ടും കരുണ കൊണ്ടും തന്നെയാണ് യുദ്ധം മതിയാക്കി പോലും വെച്ചേക്കുന്നത്. പക്ഷേ ഈ ശത്രുക്കളെ ഓർത്ത് അതിൻ്റെ കാര്യമില്ല എന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ശത്രുക്കളെ അങ്ങനെ മുന്നോട്ട് പോക്കിയാൽ ലോകം മൊത്തം നശിക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത്, ധർമ്മം നിലനിർത്തി ചെയ്യുന്ന ഒരുത്തൻ ഈ അധർമ്മത്തെ വെട്ടിക്കളയുക തന്നെ വേണം. അതായത് കാഞ്ഞിരക്കുരു കായ്ക്കുന്നൊരു വൃക്ഷം വെട്ടിക്കളയുക തന്നെ വേണം. അത് കാഞ്ഞിരക്കുരു എല്ലാവർക്കും ദോഷം ചെയ്യുന്നതാണ്, നന്മയല്ല. അത്തിയാണെങ്കിൽ ശരിയാ, അത്തിപ്പഴം എല്ലാവർക്കും കൊള്ളാം എന്ന് പറഞ്ഞ കാഞ്ഞിര മരമാണോ, അത് കൊള്ളാത്ത മരമാണോ? അത് നമ്മുടെ മനുഷ്യനൊരു വൃക്ഷമാണ്. മനുഷ്യവൃക്ഷം ആർക്കും കൊള്ളാത്ത, നിന്ദിക്കുന്ന, ദുഷ്പ്രവൃത്തി ചെയ്യുന്ന അധർമ്മിയായ ഒരു വൃക്ഷമാണെങ്കിൽ, മനുഷ്യവൃക്ഷമാണെങ്കിൽ, അത് ഇനി സ്വന്തം പെങ്ങളോ ആങ്ങളെയോ സഹോദരനോ ഒക്കെ ആയിക്കോട്ടെ, അതിന് വെട്ടിച്ചേദിച്ച് കളയേണ്ട. അതാണ് ഭഗവാൻ പറയുന്നത്, അതാണ് ധർമ്മം. അതുകൊണ്ട് ധർമ്മം നിലനിർത്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭയക്കാനൊന്നുമില്ല. ശരീരത്തെ ആ ദുഷ്കർമ്മിയായ ശത്രുക്കളായ ദുര്യോധനാദികൾ നിന്നെ അഥവാ കൊന്നാലും, നിന്റെ ശരീരത്തെ കൊല്ലപ്പെട്ടാലോ നീ സ്വർഗം പ്രാപിക്കും. കാരണം അദ്ദേഹത്തിലിരിക്കുന്ന മഹിമയുണ്ട്. ധർമ്മത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്നുവെച്ചാൽ എത്രയായാലും കൊന്നിട്ട് ആ ദുര്യോധനാദികളെ കൊന്നിട്ട് അദ്ദേഹം രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നീതിക്ക് വേണ്ടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. ആരുടെയും പിടിച്ചു പറിക്കാനുള്ള ആഗ്രഹമില്ലാത്തവനല്ലേ ധർമാത്മാവ്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് എപ്പോഴും നീതിയും ന്യായവും ധർമ്മവും, അതാണ് സത്യവും, ഇതിനാണ് മുൻതൂക്കം. അതാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലാതെ ഈ രാജ്യത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ ഈ എന്തെങ്കിലും ഇഷ്ടം സാധിക്കാനോ ആഗ്രഹത്തിന് വേണ്ടി ആരെയും ദ്രോഹിക്കാൻ പാടില്ല. നമുക്ക് ഒന്നും നേടിയില്ലെങ്കിലും നമ്മൾ ധർമ്മത്തിന് വേണ്ടി തന്നെ നിലനിൽക്കണം. ഇവിടെ ഭഗവാൻ പറയുന്നു അതാണ്. ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഇവിടെ മമത കൂടെ പോകണം. ഇദ്ദേഹത്തിന് നോക്കിയവൻ ധർമ്മത്തിന് വേണ്ടി പോരാടാൻ ഒക്കാതിരിക്കുന്ന കാര്യം എന്താ? എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മുത്തച്ഛൻ, എൻ്റെ ഗുരുനാഥൻ എന്നായിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. ധർമ്മത്തിന് വേണ്ടി പോരാടുന്നതാണ് അർജുനൻ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ബഹുമാനമൊക്കെ ലഭിച്ചിരിക്കുന്നത്. നന്മ ഉണ്ടായിട്ടാണല്ലോ. പക്ഷെ ഇവിടെ ഇപ്പം സാധിക്കാത്ത കാര്യം എൻ്റെ എന്നുള്ള മമതയായിപ്പോയി. ഞാൻ എങ്ങനെ എൻ്റെ ആൾക്കാരുടെ യുദ്ധം അവരെ കൊല്ലും, അല്ലെങ്കിൽ എന്നെ അവർ കൊന്നാലും കുഴപ്പമില്ല, ഞാനെങ്ങനെ അവരെ കൊല്ലാം? എനിക്കത് സാധ്യമല്ല ഭഗവാനെ. എനിക്ക് അവരോടൊന്നും ചെയ്യാൻ പറ്റാതെ, എൻ്റെ ആളല്ലയോ, എൻ്റെ ഗുരുക്കനല്ലയോ, എൻ്റെ ഗുരു അല്ലയോ, എൻ്റെ മുത്തശ്ശനല്ലയോ, എൻ്റെ സഹോദരങ്ങളല്ലയോ എന്നുള്ള ആ ചിന്ത വന്നതാണ് ഇവിടെ കുഴപ്പം. അതുകൊണ്ട് ഭഗവാൻ എന്താ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്? അവർ സഹോദരങ്ങളാണ്, പക്ഷെ അവർ ന്യായം പ്രവർത്തിക്കുന്നവരല്ല, അവർ ദുഷ്കർമ്മികളാണ്, അവർ ശത്രുപക്ഷമെന്ന് പറയാൻ കാരണം അവർ ദുഷ്ടന്മാരാണ്, ദുർജനങ്ങളാണ്. ദുർജനങ്ങളെ വകവരുത്താതിരുന്നാൽ എന്ത് ചെയ്യും? ലോകം മുടിഞ്ഞു പോകത്തില്ലേ? ആർക്കും ജീവിതമില്ലാതെ വരത്തില്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ധർമ്മത്തിന് വേണ്ടി നീ ആ യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അറിവില്ലാത്തവർ പറയും, അയ്യോ ഭഗവാൻ അങ്ങനെ ചെയ്ത് അതുകൊണ്ട് ഭഗവാൻ നല്ലവനാണെന്ന് പലരും പറയാൻ കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് തർക്കിക്കാൻ പറ്റില്ല. ഭഗവത്ഗീത എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് വായിച്ച് മനസ്സിലാക്കുന്നത്. അതിനുമ്പ് എന്തോ വായിച്ചു പോയി പണ്ടൊക്കെ, അതിനെപ്പറ്റി എനിക്ക് അറിയില്ല. ഇപ്പം നമ്മളെ പ്രായം കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ്? ഭഗവാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല. അധർമ്മികളെ വകവരുത്താനാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത്. അപ്പോൾ പിന്നെ ഭഗവാൻ മറ്റുള്ളവരെ കൊണ്ട്, ഇപ്പം എന്നെ കൊണ്ടായാലും ഭഗവാൻ അത് ചെയ്യിക്കും, എനിക്ക് ഉറപ്പാണ്. നീ അത് ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. അവരെ നന്നാക്കുമെന്ന് പറഞ്ഞാൽ നന്നാക്കിയേ പറ്റൂ. കാരണം ഞാൻ ഭഗവാൻ പറയുന്നത് കേൾക്കുന്ന ഒരാളാണ്.
അതുകൊണ്ട് അല്ലയോ അർജുന, നീ കൊല്ലപ്പെട്ടാലോ സ്വർഗത്തെ പ്രാപിക്കും, ജയിച്ചാലോ, കാരണം യുദ്ധത്തിൽ ജയിച്ചാലോ രാജ്യം അനുഭവിക്കും. അതുകൊണ്ട് നീ രണ്ടായാലും യുദ്ധം ചെയ്യുവാൻ ഉറച്ചുകൊണ്ട് എഴുന്നേൽക്കുക. നീ തളർന്നിരിക്കണ്ട, നീ എഴുന്നേൽക്കൂ. നിനക്ക് രണ്ടിലും ഭാഗ്യം തന്നെയാണ്. ഈ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ നീ പോരാടി നീ മരിച്ചു പോയാൽ നിനക്ക് സ്വർഗം കിട്ടുക. ആ ഒരു ധർമാത്മാവിന് സ്വർഗം പറഞ്ഞേക്കുന്നതാണ്. അതിൻ്റെ മരണം എങ്ങനെ ആരുടെ കയ്യാലോ എന്നുള്ളതല്ല, ആര് നിന്നെ കൊന്നാലും. നിന്റെ ദേഹത്തിനെയാണല്ലോ കൊല്ലാൻ പറ്റും, നിന്റെ ആത്മാവിനെ ആർക്കും കൊല്ലാൻ പറ്റില്ലല്ലോ. ആത്മാവിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ശരീരത്തിനെ മാത്രമേ അവർക്ക് കൊല്ലാൻ പറ്റൂ. അപ്പോൾ എന്തുവരും? നിന്റെ കർമ്മഫലം നിനക്ക് എന്താ? നന്മയാണ് നീ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്? നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അധർമ്മികളെ യുദ്ധം ചെയ്ത് അവരെ വകവരുത്തി ഈ നീതി ന്യായവും ലോകത്ത് നിറയ്ക്കാൻ. അപ്പോൾ നീ ധർമാത്മാവല്ലേ, അപ്പോൾ നിന്റെ കർമ്മം നല്ലതല്ലേ, സത്യമുള്ള രീതിയല്ലേ അത്. അതുകൊണ്ട് നിന്റെ ശരീരത്തെ നീ നോക്കണ്ട. നിന്റെ ശരീരം അതായത് അവർ കൊന്നാലും നിനക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ട് നീ ഭയക്കണ്ട. അഥവാ നീ ഈ യുദ്ധത്തിൽ ജയിച്ച് അവരെയൊക്കെ വധിച്ചിട്ട് നീ ജയിച്ചാലോ നിനക്ക് ഈ രാജ്യവും അനുഭവിക്കാം. അപ്പം നേരായ ഒരു രാജ്യം പടുത്തുയർത്താം. ജനങ്ങളെല്ലാം നീതിക്കും ന്യായത്തിനും വേണ്ടി നന്മ കൊണ്ട് നിറയ്ക്കാനൊരു നല്ലൊരു രാജാവ് വേണം നമ്മുടെ ലോകത്ത്. അപ്പം രണ്ടുകൊണ്ടും നീ യുദ്ധം ചെയ്യുക. അതുകൊണ്ട് നീ മടിച്ചിരിക്കാതെ യുദ്ധം ചെയ്യാൻ എഴുന്നേൽക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്കിതെന്താ പാഠം? നന്മയ്ക്ക് വേണ്ടി നമുക്കും പോരാടണം. ഇതാണ്. അവിടെ ശത്രുക്കൾ എന്നെ വല്ലതും ചെയ്തു പോകും, നമ്മൾ അവർക്ക് വേണ്ടി വല്ലതും പറഞ്ഞാൽ അവരെന്നെ ദ്രോഹിക്കും. ഇതാണ് ഇന്നത്തെ ഭയം. ആരും അനങ്ങത്തില്ല. എത്രത്തോളം നമ്മളെ ഉള്ളിൽ അറിയാമെങ്കിൽ പോലും അയ്യോ നമുക്കെന്തോ വേണം, അവരായി അവരെ പാടായി, നമുക്കെന്തോ ഇങ്ങനെ ആയി ലോകം ഇങ്ങനെ അങ്ങ് ആയി. എല്ലാവരും ഇങ്ങനെ വിചാരിച്ച് എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് പോകണം, അവരെങ്ങനെയോ ആയിക്കോട്ടെ, അവരെ അടിച്ചോ പിടിച്ചോ കൊന്നോ തിന്നോ ജീവിക്കണം, നമുക്ക് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി കഴിഞ്ഞു പോവാം, എങ്ങനെയും ജീവിച്ചങ്ങ് അവസാനിപ്പിക്കാം എന്ന് ലോകത്തുള്ള എല്ലാവരും ചിന്തിച്ച് ന്യായങ്ങളെല്ലാം അസ്തമിച്ചു പോയി. എവിടെ മുതിർന്നു? അന്യായം മുതിർന്ന് മുമ്പോട്ട് പോയി. അന്യായം പ്രവർത്തിച്ച് അധർമ്മമാകുന്നൊരു ലോകമായി മാറിക്കഴിഞ്ഞു ഇവിടെ. ഇതെന്തുകൊണ്ട് വന്നു? ജനങ്ങൾ അത്രത്തോളം താഴേക്ക് പോയി. നീതിക്ക് വേണ്ടി ആരും പോരാടുന്നില്ല. എല്ലാവരും അവരവരുടെ എങ്ങനെയെങ്കിലും അര നിമിഷമല്ലേ ജീവിതമുള്ളൂ, അത് എവിടെയെങ്കിലും മുക്കിലോ മൂലയിലോ ഒളിച്ചും പാത്തുമെങ്കിലും കിടന്ന് ജീവിച്ചങ്ങ് തുലയ്ക്കാം. ഇതാണെന്ന് എല്ലാവരും ചിന്തിക്കുന്നത്, ഭയന്നിട്ട്. കാരണം ശരിയാ, നോക്കുമ്പോൾ എന്താ, നമുക്ക് ശരീരം ഇങ്ങനെ തന്നേക്കും ദൈവം, അത് എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും വേണ്ടെങ്കിലും ജീവിച്ചങ്ങ് മടുത്തങ്ങ് പോകാം. ഈ ജനിച്ചേ പോയി, ഇനിയൊരു ജനനമേ വേണ്ട, എങ്ങനെയെങ്കിലും അവസാനിച്ചാൽ മതി ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുറേ ജനങ്ങളുണ്ട്. അവരെ ദ്രോഹം പറയാൻ പറ്റുമോ? അവർക്ക് ത്രാണിയില്ലാത്തതുകൊണ്ടല്ലേ. നല്ല വീരസ്യമുള്ള അർജുനനെ പോലുള്ള വീരസ്യമുള്ളവർ വന്നിരുന്നെങ്കിൽ ഇതെല്ലാം അസ്തമിച്ചിട്ട് ന്യായം തന്നെ ധർമ്മം തന്നെ നിലനിന്നേനെ. അതിന് കുട്ടന്മാർ ഇവിടെ ഇല്ല എന്നേ എനിക്കും പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ ആയി പോയത്. ഇത് നമുക്ക് ഈശ്വരൻ നല്ല പാഠം തരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, പ്രവർത്തിക്കാൻ യോദ്ധാക്കൾ നല്ല വീരവാന്മാരില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എഴുന്നേൽക്കൂ എന്ന് പറയുന്നു. ആരോട് പറയുന്നു? നമ്മളോട്. അർജുനനോട് പറയുന്നത് നമ്മളോടാ ഭഗവാൻ പറയുന്നത്. നമ്മൾ എഴുന്നേൽക്കൂ, ന്യായത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടൂ. നീ തോറ്റാൽ നീ തോറ്റെന്ന് പറയാൻ എന്താണ്? നീ കൊല്ലപ്പെട്ടാൽ ധർമ്മത്തിന് വേണ്ടി പോരാടി വില്ലാളി വീരനായി അങ്ങനെ നീ തോറ്റുപോയാൽ, നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗം തന്നെ കിട്ടും. അഥവാ നീ ജയിച്ചാലോ ഇവിടെ ന്യായവും നീതിയും നിലനിൽക്കും, നല്ലൊരു ഭരണം ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് മക്കളെ, നിങ്ങളെല്ലാവരും എഴുന്നേൽക്കൂ എന്ന് ഭഗവാൻ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ ഇവിടെ ആർക്കും അത് താല്പര്യമില്ല. എന്നാൽ ഇങ്ങനെ തന്നെ നശിച്ചു പോട്ടെ, കലികാലം അങ്ങേയറ്റമായി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. സുഖദുഃഖേ സമേ കൃത്വാ ലാഭലാഭൗ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപ അവാപ്സ്യസി. സാരം: സുഖദുഃഖങ്ങളെ ഭഗവാൻ പറയുന്നു, അർജുനോട് പറയുന്നു. നമ്മളോടാണിത് പറയുന്നത്, നമ്മൾ ചിന്തിക്കണം. ഇവിടെ അർജുനനോട് പറയുന്നത് ഈശ്വരൻ നമ്മളോട് പറയുന്നതാണ്. സുഖദുഃഖങ്ങളെ സമമായി വിചാരിച്ച്. അപ്പം നമുക്ക് എന്ത് വേണം? സുഖത്തെയും ദുഃഖത്തെയും സമമായി വിചാരിക്കണം. അങ്ങനെ ആണ് ഒരു നന്മ പ്രവർത്തിക്കുന്ന ധർമാത്മാവ് അങ്ങനെ ചിന്തിക്കേണ്ട. എനിക്ക് സുഖം മാത്രം മതി, എനിക്ക് ദുഃഖമേ വയ്യ, എവിടെയെങ്കിലും ഒളിച്ചുകൂടി ഉള്ള സുഖം അനുഭവിച്ച് പോകാം എന്ന്. അത് സ്വാർത്ഥതയാണ്. ഇവിടെ സുഖം മാത്രമല്ല, ദുഃഖവും സുഖവും ഇടകലർന്നാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് സുഖ ദുഃഖങ്ങളെ സമമായി വിചാരിച്ച് ലാഭനഷ്ടങ്ങളെയും ജയ അപജയങ്ങളെയും സമമാക്കി ചെയ്ത്
അപ്പോൾ നമ്മൾ ലാഭം വന്നാലും നഷ്ടം വന്നാലും ജയം വന്നാലും തോൽവി വന്നാലും, അപ്പോൾ ഒരു യുദ്ധത്തിനായാലും നമ്മുടെ ജീവിതത്തിൽ തന്നെ ആയാലും, ഇവിടെ യുദ്ധമല്ല, നമുക്കെല്ലാം ഇവിടെ ജീവിതം മുമ്പോട്ട് പോകുന്ന കാര്യമാണ്. അതിലെന്താ വരേണ്ടത്? നമുക്ക് സുഖവും ദുഃഖവും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സമമായി ചിന്തിക്കണം. ഒരു ദുഃഖം വരുമ്പോൾ അയ്യോ എനിക്ക് എപ്പോഴും ദുഃഖമാണ് എന്ന് നിലവിളിക്കാതെ, സന്തോഷം വരുമ്പോൾ അത് സുഖം വരുമ്പോൾ എനിക്കെന്തൊരു ആനന്ദം, എന്ത് സന്തോഷ സുഖം എന്നും വേണ്ട, അതും തെറ്റാണ്. അങ്ങനെ സന്തോഷം കൂടുമ്പോൾ ദുഃഖം അത്രത്തോളം ഏറിയിരിക്കുക. അതുകൊണ്ട് ഭഗവാൻ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് സുഖവും ദുഃഖവും നിങ്ങൾ സമമായി ചിന്തിക്കൂ. സുഖം വരുമ്പോഴും വളരെ സന്തോഷിക്കേണ്ട, ദുഃഖം വരുമ്പോഴോ വളരെ ദുഃഖിക്കുകയും വേണ്ട. രണ്ടിന് ഇടയ്ക്കൊരു ഒരു സ്ഥലമുണ്ട് സമമായി. അങ്ങേറ്റം വേണ്ട ഇങ്ങേറ്റം വേണ്ട. നമുക്ക് ദുഃഖം വരുമ്പോൾ തീരെ ദുഃഖപ്പെടണ്ട. അതൊരു ഒരു ഒരു ലയം പോലെ പോകണം. സുഖം വരുമ്പോൾ ആനന്ദിച്ച് ഉല്ലസിക്കുകയും വേണ്ട. അത് ഒരു ഇട പോലെ പോകണം. അതുകൊണ്ട് രണ്ടും കൂടെ ചേർന്നൊരു സമം, ആ സമത്വത്തിലേക്ക് പോവുക. അതാണ് സുഖദുഃഖങ്ങളെ സമമായി വിചാരിച്ച്, ലാഭം വന്നാലും നഷ്ടം വന്നാലും ജയം വന്നാലും തോൽവി വന്നാലും സമമാക്കി ചെയ്ത് അതിൻ്റെ ശേഷം യുദ്ധത്തിനായി സന്നദ്ധനാവുക. അപ്പോൾ ഇതാണ് നമുക്ക് തരുന്ന ഉപദേശം. നമുക്ക് ഒരു തോൽവി വന്നെന്നിരിക്കട്ടെ, അവിടെയും വളരെ ദുഃഖിക്കണ്ട. ഭഗവാൻ പറയുന്നു, വളരെ തോൽവിയല്ല ജയം വന്നിരിക്കട്ടെ, അപ്പോഴും വളരെ സന്തോഷിക്കണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എപ്പോഴും ഇത് രാത്രി മാതിരി പോയി പകല് വരുന്നത് പോലെയായി ജീവിതം. സുഖവും ദുഃഖവും ഇടകലർന്നതാണ്. സുഖം പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകും, ഉടനെ അടുത്ത ദുഃഖം വരും, അതും പെട്ടെന്ന് പോകും. പക്ഷെ നമ്മൾ അറിയത്തില്ല. ദുഃഖം വന്നാൽ ഒരിക്കലും പോകൂലെന്നാണ് നമ്മുടെ മനസ്സ് അങ്ങനെ ആയിപ്പോകുന്നതുകൊണ്ട്. സുഖം വരുമ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുന്നത് കൊണ്ടാണ് സമയം പെട്ടെന്ന് പോകുന്നതെന്ന് തോന്നുന്നത്. ഇപ്പം 6 വർഷം, ആദ്യത്തിന് 6 വർഷമുണ്ട്, കേതുവിനൊരു 7 വർഷമുണ്ട്. അപ്പം ഇത് രണ്ടും സമം പോലെ ഒരു വർഷത്തിൻ്റെ ഇതേ ഉള്ളു. എന്നാലോ ചന്ദ്രന് 10 വർഷമുണ്ട്. അപ്പോൾ ഈ ചന്ദ്രൻ തണുപ്പാണ്, അപ്പോൾ നമുക്ക് നല്ല സുഖം പോലെ തോന്നിക്കും. പക്ഷേ 10 വർഷം, ഈ 6 വർഷം ആദ്യത്തിന് ചൂടാണ്. ഈ ആദ്യത്തിൻ്റെ 6 വർഷം ഒരിക്കലും ഈ 12 വർഷമായാലും തോന്നത്തില്ല. അത് ഭയങ്കര നീണ്ടു കിടക്കാൻ തോന്നും. എന്താ കാരണം? അത്ര ചൂട് വന്നാൽ നമുക്ക് സമയം പോലെ. പക്ഷെ തണുപ്പ് അത്രത്തോളം സന്തോഷം, ഉള്ളത്തിൽ സന്തോഷവും എല്ലാം വരുമ്പോൾ ചന്ദ്രദശ 10 വർഷമേ ഉള്ളാൽ നമുക്കൊന്ന് ഒരു 5 വർഷം പോലും ഇല്ലായിരുന്നു, പെട്ടെന്ന് സുഖം പോയി. കാരണം എന്താ? സുഖം വരുമ്പോൾ പെട്ടെന്ന് പോകണം തോന്നിക്കുന്നതാണ്. നമ്മളത് അതിൽ സന്തോഷിക്കുന്നത് നമ്മൾ ദുഃഖം അറിയാത്തതുകൊണ്ടാണ്. പക്ഷേ 6 വർഷത്തെ ദുഃഖം നമുക്കൊരു 10-20 വർഷമായിട്ടങ്ങ് തോന്നിക്കുക. അതിതാ കാരണം. അതുകൊണ്ട് എല്ലാം സമമാക്കി ചിന്തിച്ചോളാൻ പറഞ്ഞു ഭഗവാൻ. അതെന്തിനാ പറഞ്ഞുതരാം? നമുക്ക് സുഖം വരുമ്പോൾ പെട്ടെന്ന് പൊക്കളയും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ആനന്ദിക്കേണ്ട, സന്തോഷിക്കേണ്ട. സുഖം വന്നാലും ദുഃഖം വന്നാലും സമചിത്തത എടുത്താൽ നമുക്ക് രണ്ടും ഒരുപോലെ പോകണം നമുക്ക് തോന്നും. അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? നമുക്കുള്ള മനസ്സിൻ്റെ കാഠിന്യം. സുഖം വരുമ്പോൾ നല്ല സന്തോഷം വരുമ്പോൾ അത് പെട്ടെന്നങ്ങ് പോകും. ദുഃഖം വരുമ്പോൾ ഒരിക്കലും പോകത്തില്ല. കാരണം അത്ര കാഠിന്യമേറെ ദുഃഖമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അത് അറിഞ്ഞും കൊണ്ടാണ് പറഞ്ഞു തരുന്നത്, നമ്മൾ രണ്ട് സമമായി ചിന്തിക്കുക. ജയം വന്നാലും തോൽവി, ജയിച്ചെന്നും പറഞ്ഞ് വളരെ സന്തോഷിക്കുകയും വേണ്ട, തോറ്റുപോയെന്നും പറഞ്ഞ് ദുഃഖിക്കുകയും വേണ്ട. അതും നമ്മൾ സമമാക്കി ചിന്തിക്കുക. ലാഭവും നഷ്ടവും അതുപോലെ തന്നെയാണ്. ലാഭം വന്നെന്ന് പറഞ്ഞ് വളരെ സന്തോഷിക്കേണ്ട, നഷ്ടം വന്നു പോയെന്ന് പറഞ്ഞ് അവിടെ കരയും വേണ്ട. ഇത് രണ്ടും എല്ലാം ലാഭനഷ്ടങ്ങളും ജയ അപജയങ്ങളും, അത് തോൽവിയും ജയവും, അതുപോലെ സുഖവും ദുഃഖവും എല്ലാം, അത് ഉഷ്ണവും തണുപ്പും എല്ലാം സമമാക്കി ചിന്തിക്കണം. അതാണ് ഒരു യഥാർത്ഥ ഒരു ജ്ഞാനിക്ക് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അങ്ങനെ സമമാക്കി ചെയ്ത് അതിൻ്റെ ശേഷം അങ്ങനെ മനസ്സ് അങ്ങനെ ആക്കി വച്ചിട്ട് വേണം നീ യുദ്ധത്തിനായി സന്നദ്ധനാവുക. അപ്പോൾ ആദ്യമേ ഭഗവാൻ പറഞ്ഞു, നിൻ്റെ മനസ്സ് ഇത് രണ്ടും വരുമ്പോൾ, ജയം വന്നാലും തോൽവി വന്നാലും നീ സന്തോഷത്തിൽ ഒരുപോലെ ഇരിക്കുക. സന്തോഷവും സന്താപവും വേണ്ട, അതായത് ദുഃഖവും സുഖവും വേണ്ട. സമമാക്കി ചിന്തിച്ചുകൊണ്ട് നീ സന്നദ്ധനായിരിക്കൂ ആ യുദ്ധത്തിന് വേണ്ടി. ഈ വിധം നിശ്ചയിച്ചു കൊണ്ടാണെങ്കിൽ നീ പാപത്തെ സംപ്രാപിക്കുകയില്ല. അപ്പോൾ നീ ഇതുപോലെ വേണം ചിന്തിക്കാൻ. ജയിക്കുകയോ തോൽക്കുകയോ എന്തോ ചെയ്തോട്ടെ, നിൻ്റെ മനസ്സ് സമമാക്കുക. ലാഭവും നഷ്ടവും എന്തോ ആകട്ടെ, രണ്ടിലും ഒരുപോലെ സമമാക്കി വയ്ക്കുക മനസ്സ്. അതുപോലെ തന്നെ സുഖം ദുഃഖം രണ്ടു വന്നാൽ നീ നിൻ്റെ മനസ്സിനെ ഒരുപോലെ സമമാക്കി വയ്ക്കൂ. എന്നിട്ട് വേണം നീ ഈ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുക. അപ്പോൾ ഈ വിധം നിൻ്റെ മനസ്സ് നിശ്ചയിച്ചു കൊണ്ടാണെങ്കിൽ നീ പാപത്തെ സംപ്രാപിക്കാൻ നിനക്ക് എന്ത് വന്നാലും നിനക്ക് പാപം ഉണ്ടാവുകയില്ല. അതാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ വീണ്ടും 39-ാമത്തെ
ശ്ലോകം. യേഷാദേവിഹിതാ സാഖ്യേ ബുദ്ധിര്യോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. അല്ലയോ പാർത്ഥ, അല്ലയോ അർജുന, ഇതാ നിനക്ക് പരമാർത്ഥ വിവേകരൂപമായ സാഖ്യത്തിലുള്ള ജ്ഞാനം ഉപദേശിക്കപ്പെട്ടു. എന്താ ആ ഉപദേശം തന്നത്? ഈ രണ്ടിലും സമമായി ശീതോഷ്ണ, സുഖത്തിലും ദുഃഖത്തിലും, ജയത്തിലും തോൽവിയിലും, പിന്നെയോ ലാഭത്തിലും നഷ്ടത്തിലും ഒന്നും നീ ഏറ്റക്കുറച്ചിൽ വേണ്ട. എന്തിലും നീ സമമായ ഒരു ബുദ്ധി, സമമായ ഒരു മനസ്സോടുകൂടി ചിന്തിച്ചിട്ട് ചെയ്യുക. അതാണ് നമുക്ക് വേണ്ടുന്നത്. എല്ലാവർക്കും ഇതാ വേണ്ടുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്, അല്ലയോ അർജുന, പാർത്ഥ, ഇതാ നിനക്ക് പരമാർത്ഥ വിവേകരൂപമായ സാഖ്യത്തിലുള്ള ജ്ഞാനം ഉപദേശിക്കപ്പെട്ടു. അതിന് അതിൻ്റെ ഉപായം എന്താണ്? കർമ്മയോഗം. അതിന് വേണ്ടുന്ന കാര്യമാണ് കർമ്മയോഗത്തിലുള്ള ജ്ഞാനത്തെ ശ്രവിച്ചാലും നമ്മളെല്ലാവരും കർമ്മം ചെയ്യണം. അതാണ് ഭഗവാൻ പറഞ്ഞത്. അത് കർമ്മയോഗം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇവിടെ യുദ്ധം ചെയ്യാതിരിക്കാൻ അർജുന് പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത്, നീ സമമായി നിന്റെ മനസ്സിൽ ഏറ്റക്കുറച്ചിൽ വേണ്ട. സുഖത്തിലും ദുഃഖത്തിലും, ജയത്തിലും തോൽവിയിലും, സുഖത്തിലും ദുഃഖത്തിലും, ലാഭനഷ്ടങ്ങളിലെല്ലാം നീ ഒരേ മനസ്സോടെ ഏറ്റക്കുറച്ചിൽ വേണ്ട. സങ്കടവും സന്താപവും വേണ്ട, സന്തോഷവും വേണ്ട. രണ്ടിനും സമമായി ചിന്തിക്കൂ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉപായമായിരിക്കുന്ന കർമ്മയോഗത്തിലുള്ള ജ്ഞാനത്തെ നീ ശ്രവിച്ചാലും കേട്ടാലും യാതൊരു ജ്ഞാനമുണ്ടായാൽ നീ കർമ്മമാകുന്ന ബന്ധഹേതുവിനെ വിട്ടുമാറും. ഇവിടെ ബന്ധമാണ് ഇവിടെ ഹേതുവായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താ ബന്ധം? സ്വന്തം, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മുത്തച്ഛൻ, എൻ്റെ ഗുരു എന്നൊക്കെയുള്ള ബന്ധം എന്നാണ്. അതാണ് ഇവിടെ ഹേതുവായി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം തകർത്തേനെ. ഇവിടെ മമത വന്നുപോയി. നമുക്കും ഇതാണ്. ഒരു ധർമാത്മാവിന് ഒരിക്കലും മമത പാടില്ല. നമ്മളൊരു ഗൃഹത്തിലെ ഒരു ആശ്രമി ആയാലും അച്ഛനും അമ്മയായിട്ടിരിക്കുന്ന ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ അവർക്കും വേണം, ഒരു കുടുംബത്തിനും എല്ലാം ധർമ്മം വേണം. 2 മക്കളുണ്ട്. 2 മക്കൾക്ക് ന്യായമായ രീതിയിൽ തന്നെ വേണം അച്ഛനും അമ്മയും ചെയ്തു കൊടുക്കാൻ. ന്യായം എങ്ങനെയാ? ഇപ്പോൾ ഒരു മകന് 2 മക്കളുണ്ട്. അതിൽ ഒരു മകന് തീരെ നിവർത്തിയില്ലെങ്കിൽ നമ്മൾ ന്യായപ്രകാരം 2 സമമായി ചിന്തിക്കേണ്ട കാര്യമില്ല. അവിടെ ധർമ്മം കൂടെ നോക്കണം. ഒരു മകന് തീരെ അധപ്പതനാണോ, അതിനെ ഉയർത്തിക്കൊണ്ട് വരണം. അത് ധർമ്മമാണ്. അല്ലാതെ 2 മക്കൾക്ക്, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ, 1 ഏക്കർ തറയുണ്ട്, പാവപ്പെട്ട ഒരു മോനും ഉണ്ട്, ഒരു സാമ്പത്തികത്തിൽ ഇച്ചിരി കുറവില്ലാത്ത അധ്വാനിക്കുന്ന ഒരു മകനുണ്ട്. അച്ഛൻ്റെ ഓഹരിയാണെന്ന് കരുതി, അച്ഛൻ്റെ അമ്മയുടെ ഓഹരിയാണെന്ന് കരുതി 50 സെൻറ്റ് മൂത്ത മോനും 50 സെൻറ്റ് ഇളയ മോനും കൊടുക്കുമ്പോൾ ആ ഇളയ മോന് ചിലപ്പോൾ തീരെ നിവൃത്തിയില്ലാതാണെങ്കിൽ എന്ത് ചെയ്യണം? അവനെ നമ്മൾ ഒന്നുകൂടെ ഉയർത്തിക്കൊണ്ട് വരണം. അവനെ തീരെ താഴേക്ക് കൊണ്ട് പോവുകയല്ല വേണ്ട, അവനെ കൂടെ നന്നാക്കിക്കൊണ്ട് വരണം. ഒന്നീ ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ അധികം കൊടുക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയും കൂടെ അവർക്കൂടെ വേണ്ടി സമ്പാദിക്കുകയോ, അല്ലെങ്കിൽ അവർക്കൂടെ കൂടി ചിലപ്പോൾ അവൻ്റെ നിവർത്തികേട്, അവൻ്റെ ശരീരത്തിൻ്റെ വിഷമങ്ങളോ അസുഖങ്ങളോ എന്തുകൊണ്ടായാലും നമ്മൾ അതിനെ കൂടെ മുന്നോട്ട് കൊണ്ട് വന്നില്ലെങ്കിൽ നമ്മൾ എന്തൊരു ധർമാത്മാവാ? ഇതിൽ പറയുന്നില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം ഓരോ പ്രവൃത്തി. അതുകൊണ്ട് ഭഗവാൻ പറയുന്നതും അതുതന്നെയാണ്. യാതൊരു ജ്ഞാനമുണ്ടായാൽ നീ കർമ്മമാകുന്ന ബന്ധഹേതുവിനെ വിട്ടുമാറും. ഇവിടെ അതുകൊണ്ട് ധർമ്മമാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ബന്ധം എന്നുള്ളതല്ല. യാതൊരു ജ്ഞാനം ഉണ്ടായാലും, ഇവിടെ ജ്ഞാനം ഭഗവാൻ കൊടുത്തു. എന്താ പറയുന്നത്? സമത്തോട്, ദുഃഖത്തിലും സുഖത്തിലും നീ സമചിത്തനാവുക. അങ്ങനെ അപ്പം അതിന് ഉപായമായിരിക്കുന്ന കർമ്മയോഗത്തിലുള്ള ജ്ഞാനത്തെ ശ്രവിച്ചാലും ഇവിടെ കർമ്മം അദ്ദേഹത്തിന് പറഞ്ഞേക്കുന്നതാണ്. അവിടെ ജാതിയോ മതമോ സഹോദര സ്നേഹമോ ബന്ധസ്നേഹമോ പൊക്കിൾക്കുടി ബന്ധമോ ഒന്നും നോക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. ഒരു തൊഴിൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ അധർമ്മത്തിനെ മാറ്റാനാണ്, അധർമ്മത്തിനെ ഛേദിക്കാനും ധർമ്മത്തെ നിലനിർത്താനുമാണ് ഇവിടെ ഭഗവാൻ വന്നേക്കുന്നത്. അപ്പോഴവിടെ എന്താ സഹോദരനെന്നോ അച്ഛനോ അമ്മയെന്നോ ഒന്നും നോക്കത്തില്ല. ഒരു പട്ടാളക്കാരൻ അങ്ങനെ നോക്കൂ? എൻ്റെ ഒരു മകൻ പട്ടാളത്തിൽ പോയേക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ അന്യ രാജ്യത്തൊക്കെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവിടെ ഒരു പട്ടാളക്കാരനായിട്ട് നമ്മളെ മകനുണ്ടെങ്കിൽ അതിപ്പോൾ സഹോദരനാവും. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നടത്തുന്ന ഒരു പട്ടാളക്കാരൻ മറ്റൊരു രാജ്യത്തെ സ്വന്തം സഹോദരനാവാം. പക്ഷേ എൻ്റെ സഹോദരനാ അത് എന്ന് കരുതിയിട്ട് അവനെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുമോ? അത് ധർമ്മമാണോ? അവിടെ മക്കളെന്നോ സഹോദരനോ നോക്കേണ്ട കാര്യമില്ല. ഈ 2 പേർക്കും നോക്കേണ്ട കാര്യമില്ല. ആ രാജ്യക്കാർക്കും നോക്കണ്ട, ഈ രാജ്യക്കാർക്കും നോക്കണ്ട. എല്ലാം നമ്മൾ ഒരമ്മ മക്കളുടെ
കാരണം ലോകപിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കളാകുമ്പോൾ എല്ലാം സഹോദരങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ സഹോദരങ്ങൾ തന്നെ. അവിടെ ധർമ്മത്തെയാണ് ഇവിടെ നോക്കേണ്ടുന്നത്. അതുകൊണ്ട് അതിന് പാപമില്ല. ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ യാതൊരു പാപത്തിനും ആർക്കും. കാരണം കർമ്മയോഗം, കർമ്മം യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കർമ്മം ചെയ്തേ പറ്റൂ. ആർക്കും അത് ചെയ്യണം. അതാണ്, അത് ചെയ്യാതിരുന്നാലാണ് പാപം. അവിടെ യാതൊരു ജ്ഞാനമുണ്ടായാൽ നമുക്ക് എന്തെങ്കിലും അല്പം അറിവ് അതിൽ കൂടെ വന്നാൽ എന്നാൽ ഈ കർമ്മമാകുന്ന ബന്ധഹേതുവിനെ വിട്ടുമാറി നമ്മൾ ആ ഒരു ജ്ഞാനം നമുക്കുണ്ടാകും. ഭഗവാൻ പറഞ്ഞു തരുന്ന ആ ജ്ഞാനം, ഈ സമത്വം, സമഭാവന, സഹോദരങ്ങളെന്നോ അന്യരെന്നോ ഉള്ള ഭാവം നമുക്ക് വേണ്ട. സുഖത്തിലും ദുഃഖത്തിലും നമുക്ക് സമഭാവന. അപ്പം നമ്മൾ എന്താ വേണ്ടത്? അതിൽ അന്യനെന്നും നമ്മുടേതെന്നുള്ള ചിന്ത നമുക്ക് പാടില്ല. അർജുനൻ വേറെ അന്യവരായിട്ടാണെങ്കിൽ യുദ്ധം ചെയ്യും. ഇവിടെ നോക്കിയപ്പോൾ എന്താണ്? സഹോദരങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കർമ്മം ചെയ്യാൻ വയ്യാതായിപ്പോയി. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്, നീ സമത്വം പാലിക്കൂ. സുഖത്തിലും ദുഃഖത്തിലും ജയത്തിലും തോൽവിയിലും ലാഭനഷ്ടങ്ങളിലെല്ലാം നീ ഒരേ മനസ്സാക്കൂ. ആ ഒരേ മനസ്സാക്കി നമ്മളെ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കവിടെ സഹോദരങ്ങളെന്ന ബന്ധം വരത്തില്ല. അതിനാ ഭഗവാൻ പറയും യാതൊരു ജ്ഞാനം ഉണ്ടായാൽ. അപ്പം നമുക്ക് ഭഗവാൻ പറഞ്ഞതിൻ്റെ ജ്ഞാനം നമുക്ക് വരണം, സമത്വം വരണം. അത് വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചില്ലേ, ജയ അപജയങ്ങളും ലാഭനഷ്ടങ്ങളും നീ നോക്കണ്ട, സുഖത്തിലും ദുഃഖത്തിലും നിനക്ക് ഒരേ സമചിത്തതയാക്കൂ. ആ സമചിത്തതയാണ് നമുക്കുള്ള പാഠം. ഈ പാഠം തന്ന് നമ്മളങ്ങനെ ആയാൽ, ആ ജ്ഞാനം നമ്മളിൽ വന്നാൽ നീ കർമ്മമാകുന്ന ബന്ധഹേതുവിനെ വിട്ടുമാറും. അപ്പോൾ നിൻ്റേതെന്നുള്ള മമത അങ്ങ് പോകും. നിനക്ക് എല്ലാത്തിനും സമത്വം ഉണ്ടാവും. നീ നിൻ്റെ കുഞ്ഞെന്നോ നിൻ്റെ മുത്തച്ഛനെന്നോ നിൻ്റെ സഹോദരൻ ചിന്തിക്കാതെ വേണം ആ ജ്ഞാനം ഉറച്ചാൽ. ഒരു ധർമാത്മാവ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതാണ് ഇതിൽ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഇത് എത്ര അറിവുള്ളൊരു കാര്യമെന്നറിയാമോ? ഇത് എത്രമാത്രം പഠിക്കാനുണ്ടെന്നറിയാമോ? ഇത് പഠിക്കുമ്പോഴാണ്, ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത് അറിയണം. ചുമ്മാതെ വായിച്ച് എനിക്ക് മുമ്പൊന്നും ഞാനിങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം ഇത്തിരിയൊക്കെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി തരുന്നു ഭഗവാൻ. അല്ലാതെ ഇന്നിങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് തന്നെയായിരിക്കും സത്യം. അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊരു ധർമാത്മാവ് ആകണമെന്നല്ലേ ഭഗവാൻ പറയുന്നത്? ഒരു ജ്ഞാനി, ഒരു ഭക്തൻ എപ്പോഴും നീതിക്ക് വേണ്ടേ ഒരു ഭക്തൻ പോരാടാൻ. എന്നാലല്ലേ നമുക്ക് എല്ലാം ഈശ്വരങ്കിലേക്ക് അർപ്പിച്ച് എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുകയും സമഭാവനയും വന്നെങ്കിലല്ലേ ഈശ്വരങ്കിലേക്ക് നമ്മളെ എടുക്കുകയുള്ളൂ. ഇല്ലേ നമ്മളും നരകക്കുഴി തന്നെ പോകത്തില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി എടുത്തതാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.